മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ വേണ്ടത്ര നന്ദി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാവാം ഈ ദുരിതങ്ങൾ എനിക്കിപ്പോൾ വന്നുപെട്ടത്. ഈ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധയും സുഹൃതസമ്പന്നയുമായ ഒരു പത്നിയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തി ഞാനായിരുന്നു ഇതുവരെ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന വ്യക്തി ഞാനാണ്. നീ എനിക്ക് ആശ്വാസമായിരുന്നു. എൻ്റെ ദൈവമേ, സഹായത്തിനായി ഞാൻ എവിടെ പോകും? അവളെ കാണുമ്പോഴെല്ലാം എൻ്റെ ഹൃദയം പിച്ചി ചീന്തപ്പെടുന്നു. ജോസഫ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിന്റെ ദുഃഖമെല്ലാം മാറ്റിത്തരും. അവൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ വേദനയ്ക്ക് ഒരാശ്വാസവുമില്ല. ദൈവമേ, അങ്ങ് എന്നെ പരിത്യജിച്ചിരിക്കുകയാണോ? എന്താണ് ഇതിനൊക്കെ കാരണം? അവളിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. എങ്കിലും അധികം താമസിയാതെ ഈ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കും. ഞാൻ എന്തു ചെയ്യും? ഒരു വഴിയേ കാണുന്നുള്ളൂ: ഉപേക്ഷിക്കുക. പക്ഷേ നിയമാനുസൃത ഉപേക്ഷിക്കാൻ എനിക്കാവില്ല. മാത്രമല്ല, നിയമത്തിന് വിട്ടുകൊടുത്താൽ അവളുടെ അവസ്ഥ എന്താകും? അതെനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അവളെ കൂടാതെ ജീവിക്കുക എന്നത് എനിക്ക് അസാധ്യമാണ്. പക്ഷേ ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനിവിടെ നിന്ന് പോയേ മതിയാകൂ. ദൈവമേ, അങ്ങ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ ഈ സമയം വരെ പാലിച്ചു. ഇപ്പോൾ ഞാൻ അവളെ അങ്ങേ ഏൽപ്പിക്കുകയാണ്. അവിടുത്തെ ഹിതം എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തണം. എനിക്കിനി നിന്നെ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവളെ, ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഹൃദയം വേദനയാൽ നുറുങ്ങിപ്പോകുന്നു. പക്ഷേ നിയമം അനുശാസിക്കുന്ന ശിക്ഷയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. എൻ്റെ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടാനും മറ്റൊരു വഴിയില്ല. അതിരാവിലെ മറിയം എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് പോകണം. കർത്താവിനു നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അനന്ത സ്നേഹനിധിയെ, കരുണയാർന്ന കടലേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ജോസഫ്,
മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഉദരത്തിൽ വഹിക്കുന്ന പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചവനാണ്. അവൾ പ്രസവിക്കുന്ന പുത്രന് നീ ഈശോ എന്ന് പേര് നൽകണം. അവൻ നമ്മുടെ ജനത്തിൻ്റെയും ലോകം മുഴുവൻ്റെയും രക്ഷകനായിരിക്കും. അടിമത്തത്തിൽ നിന്ന് ലോകത്തെ സ്വതന്ത്രമാക്കാനും രക്ഷിക്കാനുമാണ് അവൻ വരുന്നത്. മറിയത്തിൽ നിന്ന് മിശിഹ ജനിക്കണമെന്ന് തിരുമനസായത് വഴി നിന്റെ മേൽ ദൈവം വർഷിച്ചിരിക്കുന്ന അതിരില്ലാത്ത കൃപയെ വിലമതിക്കുക. നിന്റെ പത്നിയുടെ യോഗ്യതയും വിശുദ്ധിയും പരിഗണിക്കുക. ദൈവം അവളെ അവതരിച്ച വചനത്തിന്റെ മാതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവമേ, ഇത്ര വലിയ കൃപ കിട്ടാൻ ഞാൻ എങ്ങനെയാണ് യോഗ്യനായത്? ഇത്ര മഹോന്നതമായ ഒരു അനുഗ്രഹം അവിടുത്തെ മഹിമയിൽ നിന്ന് എൻ്റെ മേൽ വർഷിക്കുമെന്ന് ആരറിഞ്ഞു? ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങെനിക്ക് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. എൻ്റെ പ്രാവേ, ഞാൻ നിന്നെ വെറുതെ അവിശ്വസിച്ചു. നിന്നെ ഉപേക്ഷിക്കുകയെന്ന തെറ്റായ തീരുമാനമാണ് ഞാൻ എടുത്തത്. വിഷമിക്കേണ്ട, എന്റെ സ്നേഹം എപ്പോഴും നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. രക്ഷകൻ നിന്നിൽ നിന്നും പിറക്കുമെന്നും നിന്നോടൊപ്പം വസിക്കുമെന്നും ആരെങ്കിലും ചിന്തിച്ച കാര്യമാണോ? എനിക്കെപ്പോഴും നിന്നെ കാണാനും നിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കാനും തോന്നിയിരുന്നു. നിന്റെ ശരീരത്തെ ആവരണം ചെയ്യുന്ന ഒരു പ്രകാശവലയം ഞാൻ ഇടയ്ക്കിടെ കണ്ടിരുന്നു. മഹത്വമേറിയ ഒരു സുഗന്ധവും ഞാൻ അനുഭവിച്ചിരുന്നു. നീ ഇത്രയും പ്രഭാവതി ആയിരിക്കാൻ കാരണം നിന്റെ ഉള്ളിലെ അവതരിച്ച വചനമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നിന്റെ ഉദരത്തിലുള്ളവൻ അവതരിച്ച ദൈവമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നോട് ഇങ്ങനെ പെരുമാറുമായിരുന്നില്ല. എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവിടുത്തെ അറിയാനും അവിടുത്തോടൊത്ത് സഹകരിക്കാനും ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് നമുക്കാണ്. രക്ഷകനെ കരങ്ങളിലെടുത്ത് എൻ്റെ മാറോട് ചേർക്കാനുള്ള ആനന്ദദായകമായ ഭാഗ്യം എനിക്കുണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാവും. എങ്കിൽ അത് എത്ര ഉന്നതമായ അനുഗ്രഹമായിരിക്കും. ഓ, അവർണ്ണനീയമായ ദൈവിക നന്മയെ, അളവറ്റ സ്നേഹമേ, ലോകത്തിന് അഗ്രാഹ്യമായി അത്യുന്നതനായ ദൈവം ഇതുപോലെ ഞങ്ങളോടൊത്ത് വസിക്കാൻ താണിറങ്ങി വന്നിരിക്കുന്നുവെന്ന് ആർക്ക് വിശ്വസിക്കാൻ കഴിയും?